തീർച്ചയായിട്ടും ഞാനങ്ങനെ സംസാരിച്ചില്ല. നേരത്തെ മകനെയും മകളെയും ഞാൻ കണ്ടു, അമ്മയെ കണ്ടു. അമ്മ വല്ലാത്ത വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർക്ക് നീതി കിട്ടാതെ നമ്മൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ചില ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചപ്പോൾ അതിനുപോലും വേറൊരു തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമം നടന്നു. അതുപോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരിക്കണം. ഞങ്ങൾ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. നമുക്ക് ഒരു വാക്ക് കൊടുത്തിട്ട് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഞങ്ങൾ പറഞ്ഞ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. 25 ലക്ഷം രൂപയെ പറഞ്ഞുള്ളൂ. ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. 25 ലക്ഷം രൂപ ഞാൻ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടാണ് പറഞ്ഞത്. 25 ലക്ഷം രൂപ ഒരു ജോലി, സർക്കാർ ജോലി. എത്രയോ പിൻവാതിലൂടെ ആളെ കയറ്റുന്നു. ഇപ്പോൾ ഒരു ജോലി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഉള്ളത്, ഇവിടെ നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും ഈ കുടുംബത്തിന് കൊടുക്കാൻ, ഈ കുടുംബത്തെ ദത്തെടുക്കണം. ഈ കുടുംബത്തെ ദത്തെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഉമ്മൻചാണ്ടി സർക്കാർ പലതവണ ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുടെ ഭാഗമായിട്ട് മരിച്ച ഒരാളാണ്. ഇന്നിപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത് 50,000 രൂപ ഇതിൻ്റെ സംസ്കാര ചടങ്ങിലേക്ക് നൽകുമെന്നാണ്. പക്ഷെ അതല്ല. ആരെയാണ് സർക്കാർ പേടിക്കുന്നത്? ആരെയാണ് എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഈ ഒരു ചികിത്സാ സഹായം പ്രഖ്യാപിക്കുവാൻ എന്താണ് തടസ്സം? എന്തിനെയാണ് ഇവിടെ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ കാര്യങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്യണം. ഇത് ഞങ്ങൾക്ക് ആർക്കും ഷോ കാണിക്കാനല്ല. പക്ഷേ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായതുപോലെ അനൗൺസ്മെൻറ്റിൽ മാത്രം ഇത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും വെറുതെ ഇരിക്കില്ല. അത് കട്ടായം. ഇവിടെ വെറുതെ ഇരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവിടുത്തെ കുടുംബങ്ങളെ അനാഥമാക്കിയതുപോലെ ഈ കുടുംബത്തെ അനാഥമാക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ UDF ഇവിടുത്തെ പൊതുസമൂഹം, ഞാൻ രാഷ്ട്രീയം വിട്ടേക്കാം, എല്ലാ പൊതുസമൂഹത്തിൽപ്പെട്ട എല്ലാവരും, എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും അതേ മനസ്സോടെ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തെ അനാഥമാക്കി വെക്കുവാൻ, ഈ കുടുംബത്തെ അനാഥമാക്കി വിടുവാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. ഈ ചൂരൽമലയും മുണ്ടക്കയും ഞങ്ങൾക്ക് പാഠങ്ങളാണ്. അനാസ്ഥ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ല, അവർ വീഴ്ച അവർ സമ്മതിക്കണ്ട. കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്ന ആർക്കും ബോധ്യപ്പെടും. അവിടെ 3 ആഴ്ച വരെ ആ ബാത്റൂം ഉപയോഗിച്ചവരുണ്ട്. എന്നിട്ടും ഇവിടെ ആരുമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടായല്ലോ. അവിടുത്തെ ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ധൈര്യമുണ്ടായല്ലോ. കേരളത്തിൽ എല്ലാ പാർട്ടിക്കാർക്കും കൺസേൺ ആണ്. അത് ഒരു ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമില്ല. എല്ലാ പാർട്ടിക്കാർക്കും ഇന്ന് കൺസേൺ ആണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച്. ഇന്നലെ മുതൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വന്ന് ദുരനുഭവം ഉണ്ടായവർ പലരും വിളിച്ചിട്ടുണ്ട്. ക്യാൻസർ ഇല്ലാതെ കീമോ കിട്ടിയവർ, 9 മണിക്കൂർ സ്ട്രോക്കായിട്ടും ചികിത്സ ലഭിക്കാത്തവർ, ഇവരുൾപ്പെടെ പലരും നമ്മളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടും പരാതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചികിത്സാ രംഗത്തെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആശ്രയമായ അവകാശമായ ചികിത്സ, ആ ചികിത്സ നിഷേധിക്കുവാൻ ആര് ശ്രമിച്ചാലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇവിടെ ഈ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ളത് UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് മാത്രമല്ല പൊതുസമൂഹം, ഞാൻ ഈ കുടുംബത്തോട് അല്പം ഒരു വിദേശ രാജ്യത്താണ് സംഭവിക്കുന്നതെങ്കിൽ ആ മന്ത്രി ആ സ്ഥാനത്ത് കാണില്ല. ഇവിടുത്തെ ആ മരിച്ച അമ്മയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നെ ഇതുവരെ ആരും ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന്. അറ്റ്ലീസ്റ്റ് ഒരു അനുശോചനം പറയുവാനെങ്കിലും ഒന്ന് വിളിക്കണം. ഞങ്ങൾ പേടിച്ചാൽ വരുന്നില്ല, ഷോ അണിക്കും എന്ന് പേടിച്ചാൽ വരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വേണേൽ മാറി തന്നേക്കാം, പോട്ടെ, ഫോണിൽ വിളിക്കൂ. അറ്റ്ലീസ്റ്റ് മന്ത്രി ഒരു ഫോണിലെങ്കിലും വിളിച്ച് ഒന്ന് പറയണം. മുഖ്യമന്ത്രി ഇന്നലെ അവിടം വരെ ഉണ്ടായിട്ട് വന്നിട്ട് ഇവരെ കാണാതെ പോയതല്ലേ. മുഖ്യമന്ത്രി അവിടം വരെ വന്നിട്ട് കാണാതെ പോയതും അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കും. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാർ ഇന്നലെ പറഞ്ഞ പോലെ ജുഡീഷ്യൽ അന്വേഷണം. കാരണം ഇത് കളക്ടർ അന്വേഷിച്ചാൽ കളക്ടറിനെ മേളിലുള്ളവരും താഴെയുള്ളവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവാ. സത്യം പുറത്തു വരുമോ? കളക്ടറിൻ്റെ മേളിലും താഴെയുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം കളക്ടർ അന്വേഷിച്ചാൽ എന്താ പുറത്തു വരുന്നത്? ഈ ആശുപത്രിയുടെ പ്രവർത്തനം നമ്മൾ കണ്ട വാർഡല്ലാതെ നിങ്ങൾ കണ്ടോ? 12-ാം വാർഡ് പോയോ? ഞങ്ങൾ 12-ാം വാർഡിൽ പോയി. അവിടുത്തെ ബാത്റൂം കണ്ടപ്പോൾ എപ്പോൾ വേണേൽ തകരാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ മെൻസ് ഹോസ്റ്റലിൽ പോയി. അവിടെയും മെൻസ് ഹോസ്റ്റൽ 60 വർഷം പഴക്കം ചെന്നതാണ്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ആ പെയിൻറ്റിൻ്റെ പുറത്ത് ആ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? അടിയന്തരമായി ഇടപെടലാണ് ഇതിനകത്ത് ആവശ്യം. അതെന്താണ്? പുതിയ ഒരു ഹോസ്പിറ്റൽ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റാം. എന്താ മാറ്റാത്ത? ഇന്നലെ മാറ്റിയല്ലോ. എന്തുകൊണ്ടാണ് ഇന്നലെ വരെ കാത്തിരുന്നത്? ഇന്നലെ സംഭവം ഉണ്ടാകാൻ വരെ കാത്തിരുന്നത് എന്താ? അതിൽ എന്തുമായിക്കോട്ടെ, ആ ഒരു കാര്യമല്ലേ, ഈ ഒരു കാര്യമല്ലേ നമ്മുടെ ഡോക്ടർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അങ്ങോട്ട് മാറ്റാത്തതിന് കാരണം അവിടെ
ഓപ്പറേഷൻ തിയേറ്ററിൽ വെക്കാൻ ഉപയോഗിക്കുവാൻ സാധനങ്ങളില്ല. അപ്പം അതേ കാര്യം ഒരു ഡോക്ടർ സൂചിപ്പിച്ചു. ഇത് തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും ഉള്ള എല്ലാ അവസ്ഥ ഇതാണ്. ഇപ്പം ഞാൻ വിചാരിച്ചു 14 ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. തിരുവനന്തപുരത്ത് എക്സ്ട്രാ ഒരു മെഡിക്കൽ കോളേജ് കൂടെ. എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം ഫണ്ടില്ല ഇത് ചെയ്യുവാൻ, ഇത് തുടങ്ങുവാൻ. തസ്തികയില്ല. തസ്തികയുടെ കാര്യം പറയാതിരിക്കുന്നില്ല, പുറം വാതിലൂടെ ഒത്തിരി പേരെ കയറ്റുന്നുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്നില്ല. ഒറ്റ കാര്യം സർക്കാർ ചെയ്താൽ മതി, ഇവരുടെ ഈ കുടുംബത്തിന് നീതി നടപ്പിലാക്കി കൊടുക്കുക. ഇവിടെ ഒരു കുടുംബത്തിലെ അംഗത്തിന് ജോലി കൊടുക്കുക, ആ 25 ലക്ഷം രൂപ കൊടുക്കുക. ഒപ്പം ആ കുടുംബത്തിന് ദത്തെടുക്കുവാനുള്ള സാഹചര്യം, ആ കുട്ടിയുടെ ചികിത്സ, ഇപ്പം ചികിത്സ തീർച്ചയായിട്ടും സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.